നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴും നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അമ്മ പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കായിരുന്നു. അതെ മോനെ, അതാണ് ശരി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ശ്രേയെ വിവാഹം കഴിക്കണം. ശരി അമ്മേ, മാളൂന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. വിവാഹത്തിന് എനിക്ക് സമ്മതം. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ പ്ലാൻ ചെയ്തോളൂ. സന്തോഷേ മോനെ, ഇനിയെല്ലാം അമ്മ നോക്കിക്കോളാം. മാളു, എന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടത് ഞാനല്ലേ? അതെ. എന്റെ മകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? പിന്നെ എന്തിനാ എന്റെ മോൾ ആർക്ക് വാരി കൊടുക്കണമെന്ന് നീ തീരുമാനിക്കുന്നത്? നിർത്തടി, നിന്റെ വാചക കസർത്ത് എന്നോട് വേണ്ട. ചേച്ചി എന്തിനാ ഒരു കാരണമില്ലാതെ എന്നെ വഴക്ക് പറയുന്നത്? മഹിയേട്ടന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തത്. മഹിയേട്ടന്റെ മനസ്സ് നീ വേദനിപ്പിച്ചു. അതിന് നീ മഹിയേട്ടനോട് മാപ്പ് ചോദിക്കണം. അതെന്തിനാ? ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. മഹിയേട്ടനോട് നീ മാപ്പ് ചോദിച്ചേ പറ്റൂ. മാളു പറയുന്നതിലും കാര്യമുണ്ട്. മാളുവിനെ പോലെ തന്നെ മഹിയേട്ടനും ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സത്യം എന്താന്ന് മഹിയേട്ടനോട് തന്നെ ചോദിക്കണം. പാവം മഹിയേട്ടൻ, മനസ്സ് നിറച്ച് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. മഹിയേട്ടാ, എന്താ ഗംഗേ? അത് എനിക്ക് മഹിയേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. മഹിയേട്ടന്റെ ഉള്ളില് ആരോടും പറയാത്ത എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് എനിക്കൊരു തോന്നല്. ഇഷ്ടമുള്ള ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചാല് മഹിയേട്ടന്റെ സങ്കടങ്ങൾ പകുതി കുറയും. അതൊക്കെ ഗംഗയ്ക്ക് വെറുതെ തോന്നുന്നതാ. ശരി, എങ്കിൽ എന്റെ ഒരു സംശയത്തിന് മറുപടി തരാമോ? മഹിയേട്ടന് ഈ വിവാഹം ശരിക്കും ഇഷ്ടാണോ? മഹിയേട്ടാ, എന്തൊന്നും പറയാതെ പോകുന്നേ? ഗംഗേ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കണ്ട. മഹിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോ മഹിയേട്ടൻ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്നല്ല അർത്ഥം? പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്? മഹിയുടെയും ശ്രേയുടെയും വിവാഹത്തിന്
ഉത്തമമായ തീയതിയും മുഹൂർത്തവും ഞാൻ പിന്നീട് കുറിച്ചു തരാം. ഉം. ഇപ്പോ ചില തടസ്സങ്ങൾ കാണുന്നു. ആരൂഢം മറയുന്നുണ്ട്. വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. പരിഹാരം എന്തെങ്കിലും ഉണ്ടാവില്ലേ? കർമ്മഫലം അനുഭവിക്കാനുണ്ടെങ്കിൽ അത് ഗ്രഹനിലയിലെ ദോഷപരിഹാരം കൊണ്ട് മാറ്റാനാവില്ല. ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ വേണ്ടി ചെയ്ത മന്ത്രക്രിയകളൊന്നും ഫലവത്തായില്ല. അവളുടെ ആത്മാവിപ്പോ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ക്രിയകൾ ചെയ്തതിൽ പിഴവ് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വരാൻ വഴിയില്ല. സ്വന്തം കൈകൊണ്ടാണോ അതെല്ലാം ചെയ്തത്? ഞങ്ങൾ ഉടനെ തറവാട്ടിലേക്ക് പോവും. ഞങ്ങൾ പോയി കഴിയുമ്പോ താൻ ഇവിടെ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. പറഞ്ഞോളൂ മാഡം, ഞാൻ ചെയ്യാം. അല്ല, അത് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല. ഇതിനുള്ളിലുണ്ട് ആ രക്ഷാതകട്. ഇതുപോലെ തന്നെ കുഴിച്ചിടണം. ശുദ്ധവും വൃത്തിയും നോക്കി കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രം ഫലം കിട്ടുന്ന പ്രത്യേക ക്രിയയായിരുന്നു അത്. രക്ഷ പൊട്ടിച്ചാണ് ഗൗരിയുടെ ആത്മാവ് പുറത്തു വന്നത്. അതിനെ വീണ്ടും ബന്ധിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവോ? എത്ര കടുത്ത ക്രിയ ചെയ്തിട്ടാണെങ്കിലും ആ ആത്മാവിനെ അവിടുന്ന് ഒഴിവാക്കണം. മരിച്ചുപോയവർക്ക് മറ്റൊരു ലോകമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അവരിടപെടാൻ പാടില്ല എന്നല്ലേ? അതെ, ആദ്യം ആത്മാവിന്റെ ശക്തി കുറയ്ക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഗൗരിയുടെ കുറച്ച് വസ്തുവകകൾ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ആ വസ്തുക്കളാണ് ഗൗരിയുടെ ശക്തി കൂട്ടുന്നത്. ഗൗരിയുടെ വസ്തുവകകളെല്ലാം ആ വീട്ടിൽ നിന്ന് മാറ്റിയാലേ ആത്മാവിന്റെ സാന്നിധ്യം ഒഴിയൂ. അതോടെ ആത്മാവിന്റെ ശക്തി നശിക്കും. തുടർന്ന് ക്രിയ ചെയ്ത് ഉച്ചാടനം നടത്തണം. അതോടെ എന്നേക്കുമായി ഗൗരി അവസാനിക്കും. ഗൗരിയുടെ സാധനങ്ങൾ എടുത്തു മാറ്റാൻ മഹിയോ മാളോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് മരിച്ചവർക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമ്മൾ മറന്നേ പറ്റൂ. ചിലർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാലും മതി. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ പൂജയ്ക്കുള്ള തീയതി മുഹൂർത്തം കുറിച്ചു തന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.